ഹായ്, അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ്. കാരണം ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റായിരിക്കും ഇത്. കാരണം ഒന്നുമില്ല, സിമ്പിളാണ്. അതായത് ചെറിയൊരു കാര്യമുള്ളൂ, പക്ഷേ അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് എസ് അടിച്ച് പോകും. ഓക്കെ, അതായത് മാർക്കറ്റ് താഴെ നിന്ന് മുകളിലേക്ക് വരുന്നു. അതിനുശേഷം ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജ് ഉണ്ടാക്കിയെടുക്കുന്നു. ശേഷമായിരിക്കും ഏത് സൈഡിലേക്ക് മൂവ് ചെയ്യണം. അതായത് ഒരു ഫേക്ക് ബ്രേക്കൗട്ട് തന്നിട്ടൊക്കെ ആയിരിക്കും സാധാരണ മാർക്കറ്റ് ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെ പോകുമ്പോൾ നമ്മൾക്ക് ഉറപ്പ് വേണമല്ലോ, ഇന്ന സൈഡിലേക്കാണ് പോകണതെന്ന് നമ്മൾക്ക് ഉറപ്പ് വേണമല്ലോ. അതിന് ഞാൻ കുറച്ച് കൺഫർമേഷനും കാര്യങ്ങളൊക്കെ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോൾ ഈ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യം ആ വീഡിയോ പോയി കാണണം, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ ദയവേത് ആദ്യമായിട്ട് കാണുന്നവർ അത് പോയി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇത് കാണാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഓൾറെഡി അറിയുന്നൊരു എൻട്രി സെറ്റപ്പ് ആയിരിക്കാം ഈ ബ്രേക്കൗട്ട് എൻട്രി എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സെറ്റപ്പ് ഉപയോഗിച്ച് എൻട്രി ഇനീഷ്യേറ്റ് ചെയ്യാം. ഞാൻ വിന്നിങ് റേഷ്യോ ഒന്നും പറയുന്നില്ല, നിങ്ങളുടെ വ്യക്തി താല്പര്യമാണ് അതൊക്കെ കേട്ടോ. ഓക്കെ, അതായത് എത്ര പ്രോഫിറ്റ് എടുക്കണം, എത്ര ലോസ് എടുക്കണം എന്നൊക്കെ. അതായത് എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചിട്ട് ചെയ്യുക. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നു, അതായത് മുമ്പത്തെ വീഡിയോസുകളിൽ എപ്പോഴും പറഞ്ഞിരുന്നു, ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണെങ്കിൽ ഒരു ബ്രേക്കിംഗ്, ഇവിടെ ഒരു ബ്രേക്കിംഗ് കിട്ടിയെന്ന് വിചാരിക്കാം, ഒരു ഗ്രീൻ ക്യാനിൽ ബ്രേക്കിംഗ് കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നമ്മുടെ ടൂളൊക്കെ വെച്ച് നോക്കും അല്ലേ, എങ്ങനെ 50% എബോണോ ക്ലോസിങ് കിട്ടിയത്? അതെ, 50% എബോണ്. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ എന്തായിരിക്കണം വരേണ്ടത്? ഒരു റെഡ് ക്യാൻഡിൽ വന്നിട്ട് അല്ലേ, ഒരു റെഡ് ക്യാൻഡിലായാലും ഗ്രീൻ എന്ത് കളറായാലും റെഡ് ക്യാൻഡിലേ വരുള്ളൂ. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഫെയിൽ ആവണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, ഇങ്ങനെ ഫെയിൽ ആവണം. നെക്സ്റ്റ് അതിൻ്റെ തൊട്ട് താഴേക്ക് വരുമ്പോൾ, ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ വന്നാൽ മാത്രം എടുക്കാൻ പാടുള്ളൂ എൻട്രി, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വരുമ്പോൾ മാത്രം വന്നിട്ട് റിവേഴ്സ്, അതായത് ഇതിലേക്ക് വരുമ്പോൾ അപ്പം എൻട്രി എടുക്കാം നമ്മൾക്ക്. ടാർജറ്റ് എവിടെ വയ്ക്കണം? ടാർജറ്റ് ഈ ഏരിയയിൽ വെക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ആ ഒരു ഹൈയിൽ വെക്കണം, കാരണം അവിടെ ലിക്വിഡിറ്റി ഉണ്ടാവും. അപ്പോൾ അവിടെ വെക്കണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാനിതൊന്നല്ല പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് എൻട്രി എടുക്കാൻ ഈ ഒരു സെറ്റപ്പ് മനസ്സിലാവുന്നത്? സെല്ലേഴ്സ് ഫെയിലാവുമ്പോൾ അല്ലേ, ഇവിടെ സെല്ലേഴ്സ് ഫെയിലാവുമ്പോഴാണ് നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ മനസ്സിലാവുന്നത്. ഇവിടെ മനസ്സിലാവാൻ മെയിനായിട്ടുള്ളൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ക്യാൻഡിൽ ഇങ്ങനെയാണെന്ന് വയ്ക്കാം, ഇതിപ്പോൾ റെഡ് ക്യാൻഡിലാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, ഇത് റെഡ് ക്യാൻഡിലാണെന്ന് വിചാരിക്കുക, അതായത് റെഡ് ക്യാൻഡിലാണല്ലോ. ഓക്കെ, ഇങ്ങനെ ഒരു വിക്കും ഉണ്ട്. അപ്പോൾ നമ്മുടെ റെസിസ്റ്റൻസ് ലെവൽ ഇതാണ് അല്ലേ, റെസിസ്റ്റൻസ് ലെവൽ ഇതാണ്. ഇങ്ങനെ, അതായത് ഈ ഏരിയ അതായത് ഈ ഏരിയ എന്ന് പറയണതാണ് ഇത് കേട്ടോ. അതായത് ഈ ക്യാൻഡിലാണ്. ചിലർക്ക് ഇനി അതും ഒരു വിഷമാവും. ഓക്കെ, ഇപ്പം കണ്ടല്ലോ. അപ്പോൾ ഇവിടെ വിക്ക് വരയ്ക്കാൻ പറ്റില്ല ഇതിൽ, ഇവിടെ ചെറിയൊരു ഇതായിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ വരച്ച് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എങ്ങനെ എൻട്രി എടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞത്, ഇതിൻ്റെ താഴെ വന്നിട്ട് നമുക്ക് ധൈര്യമായിട്ട് എൻട്രി എടുക്കാം അല്ലേ. ഓക്കെ, പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. അതായത് ഇങ്ങനെ ക്ലോസിങ്ങൊക്കെ കിട്ടി, ഇവിടെ ക്ലോസിങ്ങൊക്കെ കിട്ടിയിട്ട് മാർക്കറ്റ് ഇങ്ങനെയാണ് വരണമെന്ന് വയ്ക്കുക, അതായത് ക്യാൻഡിൽ ഇങ്ങനെയാണ് ക്ലോസ് ആവണമെന്ന് വിചാരിക്കുക. അതായത് ഇങ്ങനെയാണ് ക്ലോസ് ആവണമെന്ന് വിചാരിക്കുക. ഇങ്ങനെയാണ് ക്ലോസ് ആവണമെങ്കിൽ നിങ്ങൾ ഒരിക്കലും മുകളിലേക്ക് എൻട്രി എടുക്കാൻ പാടില്ല, അതായത് അപ്സൈഡിലേക്ക് എൻട്രി എടുക്കാൻ പാടില്ല. മനസ്സിലായോ? ഓക്കെ, ഇതൊരു ചിലപ്പോൾ ഒരു ഗ്രീൻ ക്യാൻഡിലായിട്ട് കാണിക്കുന്നു വിചാരിക്കുക. ഞാൻ കളറും കൂടി പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് കേട്ടോ, ഗ്രീൻ ക്യാൻഡിൽ. ഓക്കെ, ഇങ്ങനെയാണ് വരണമെങ്കിൽ നിങ്ങൾ ഒരിക്കലും എവിടേക്ക് എൻട്രി എടുക്കാൻ പാടില്ല? അപ്പ് സൈഡിലേക്ക് എൻട്രി എടുക്കാൻ പാടില്ല. അതായത്
നെക്സ്റ്റ് ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഓപ്പൺ ആവും, ചെറുതായിട്ട് ഇങ്ങോട്ട് ബോഡിയിലേക്ക് വരുള്ളൂ. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ എൻട്രി മുകളിലേക്ക് എടുക്കാൻ പാടില്ല, കാരണം നിങ്ങൾക്ക് 8ൻ്റെ പണി കിട്ടും, SL അടിച്ച് പോകും. കാരണം എന്താണെന്നറിയോ, ഈ ക്യാൻഡിൽ നല്ലൊരു എന്താ പറയുക, സെല്ലേഴ്സ് ഫെയിലായിട്ടുള്ള ഒരു ക്യാൻഡിലല്ല. നമുക്ക് തോന്നും മുകളിൽ നിന്ന് ഇത്രയും പ്രഷർ വന്നിട്ടുണ്ടല്ലോ എന്ന് നമുക്കൊക്കെ തോന്നും. അതായത് മുകളിൽ നിന്ന് ഇത്രയും പ്രഷർ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഇത്രയും പ്രഷർ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ ഉള്ളിലാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിൻ്റെ മുകളിലാണ് ക്ലോസിങ് കിട്ടിയുള്ളത്. നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു മൂവ്മെൻറ്റ് മുകളിലേക്ക് കാണിക്കുന്നുണ്ടല്ലോ. അതായത് ഞാൻ എന്തുകൊണ്ടാണ് അത് എടുത്ത് പറയണമെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു ക്ലോസിങ് കാണുമ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ ഇങ്ങനെ വന്ന് അടിക്കുന്നു, പതുക്കെ വന്നിട്ട് പിന്നെ മുകളിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ പോവും സംഭവം. മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് പോവും. പക്ഷേ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ തന്നെ പലർക്കും ട്രിഗറും, ഓക്കെ ഇവിടെ സെല്ലേഴ്സ് ഫെയിൽ ആയി, നമുക്ക് എൻട്രി എടുക്കുക എന്നുള്ളത്. ഒരിക്കലും എൻട്രി എടുക്കരുത്. നിങ്ങൾക്ക് എൻട്രി എടുക്കണമെന്ന് അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻട്രി എടുക്കണം തോന്നുകയാണെങ്കിൽ ഇതിൻ്റെ അടിയിലേക്ക് വന്നാൽ മാത്രമേ നിങ്ങൾ എൻട്രി എടുക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? അല്ലാതെ ഇതിൻ്റെ മുകളിൽ നിന്ന് എൻട്രി എടുക്കാൻ പാടില്ല കേട്ടോ. അത് ശ്രദ്ധിക്കണം. അത് 8ൻ്റെ പണി കിട്ടും. 8ൻ്റെ പണി എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ക്യാൻഡിൽ, നെക്സ്റ്റ് ഒരു റെഡ് ക്യാൻഡിലാണ് വരുന്നതെന്ന് വിചാരിക്കുക. നെക്സ്റ്റ് ഒരു റെഡ് ക്യാൻഡിലാണ് ഇവിടെ വരണമെങ്കിൽ ഇതിൻ്റെ ഹൈ എടുത്ത് അപ്പം തന്നെ ഒരൊറ്റ വരവ്, അങ്ങനെ മനസ്സിലായില്ലേ? നമ്മൾ കാത്തിരിക്കും ചിലപ്പോൾ ഈ എന്തടിക്കാൻ, ഈ വെച്ച ഈ ലെവലുള്ള ടാർജറ്റൊക്കെ അടിക്കാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ കാത്തിക്കും. അതൊന്നും അങ്ങോട്ടൊന്നും എത്തില്ല. അപ്പോഴത്തേക്കും ഒരു വരവ് വരും, നമ്മളാകെ പാനിക്കാവും. ഇപ്പോൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ ആണെങ്കിൽ ടപ്പേന്ന് അടിച്ചു പോകും SL. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ വരുമ്പോൾ എൻട്രി എടുക്കാൻ പാടില്ല. അതേപോലെ താഴെയും ഇങ്ങനൊരു സെനാരി ഉണ്ടാവും. അതായത് ഇപ്പോൾ നല്ലൊരു സ്ട്രോങ് ആയിട്ട് ഒരു ബെയറിഷ് തന്നു, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, 50% എബോ താഴെയാണ് അല്ലേ, താഴെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ സെറ്റപ്പിൽ എൻട്രി എടുക്കാൻ തോന്നും അല്ലേ, നമ്മുടെ സെറ്റപ്പിൽ എൻട്രി എടുക്കാനൊക്കെ തോന്നണമെങ്കിൽ ഒരു കാര്യം കൂടി ഉണ്ട്. എന്താ, ബയ്യേഴ്സ് ഫെയിൽ ആവണം. ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നു വിചാരിക്കുക. അതായത് കളർ മാറ്റട്ടെ. ഓക്കെ, ഇങ്ങനെ വന്നു വിചാരിക്കുക. ഒരു ചെറിയ വിക്ക് തന്നു, എങ്ങനെ വന്നു, ഇവിടെ ചെറിയൊരു വിക്കും തന്നു. അപ്പോൾ നമ്മുടെ മൈൽ ട്രിഗറാവും. ഇങ്ങനെയാണ് ഇവിടെ ഓൾറെഡി ബയ്യേഴ്സ് ഫെയിലായി അല്ലേ, സെല്ലേഴ്സ് സ്ട്രോങ് ആയിട്ട് വന്നു, ബയ്യേഴ്സ് ഫെയിലായി. നെക്സ്റ്റ് ക്യാൻഡിൽ എന്തായാലും എന്തുണ്ടാവും, താഴേക്ക് വരുള്ളൂ. ഇത് ഇങ്ങനെ വന്നതിന് ശേഷം എന്താണെന്ന് അറിയും, ഇവിടെ ഓപ്പൺ ആവും. ഇവിടെ ഓപ്പൺ ആയിട്ട് നൈസായിട്ട് ഇങ്ങോട്ടൊന്ന് വരും, ഇത് ബോഡിയുടെ ഉള്ളിലേക്ക് ഒന്ന് മാർക്കറ്റ് വരും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, എൻട്രി എടുക്കും അല്ലേ, നമ്മളെന്തായാലും എൻട്രി എടുക്കും. ഒരിക്കലും താഴെ ഇങ്ങനെ വരുമ്പോൾ എൻട്രി എടുക്കരുത് കേട്ടോ. ഇങ്ങനെ എൻട്രി എടുത്താലുള്ള കുഴപ്പമെന്നൊന്നും അറിയോ, നെക്സ്റ്റ് മൂവ്മെൻറ്റ് ഇങ്ങനെ മുകളിലേക്കായിരിക്കും. മനസ്സിലായോ? നെക്സ്റ്റ് മൂവ്മെൻറ്റ് മുകളിലേക്ക് പോകും. ഇതെപ്പോഴും ശ്രദ്ധിക്കണം നിങ്ങൾ. ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നൈസായിട്ട് താഴേക്ക് വന്നാൽ ഒറ്റ പോക്ക് പിന്നെ തിരിച്ചു പോകും മുകളിലേക്ക്. അത് നമ്മുടെ SL അടിച്ചു പോകും. SL ഒക്കെ നമ്മൾ സാധാരണ ഇങ്ങനെ എടുക്കുമ്പോൾ ചെറിയ SL ഇവിടെയും ഇതിൻ്റെ ഈ ഒരു ക്യാൻഡലിൻ്റെ ഒക്കെ മുകളിലൊക്കെ ആയിരിക്കും നമ്മൾ SL വയ്ക്കുക. അതൊക്കെ ട്രിഗറായി പോകും. അപ്പോൾ എങ്ങനെ നമ്മളിവിടെ ക്യാൻഡിൽ വരാൻ പാടുള്ളൂ. ഒരു മിനിറ്റ്, ഓക്കെ. എങ്ങനെ ഇവിടെ ക്യാൻഡിൽ വരാൻ പാടുള്ളൂ, ഇങ്ങനെ വരാൻ പാടുള്ളൂ കേട്ടോ. അതായത് ഇവിടെ ഇത് റെഡ് ക്യാൻഡിലാവണം. കണ്ടീഷൻസാണ് ഞാൻ പറയുന്നത്, റെഡ് ക്യാൻഡിലാവണം. ഓക്കെ, ഇതൊരു റെഡ് ക്യാൻഡിലാവണം. അതേപോലെ തന്നെ ഇവിടെ ആണെങ്കിൽ എങ്ങനെയായിരിക്കണം ഫെയിൽ ആവേണ്ടത്, ഇങ്ങനെ ഫെയിൽ ആവണം. മനസ്സിലായോ? ഇങ്ങനെ ഫെയിൽ ആവണം കേട്ടോ. ഇങ്ങനെ ആയിരിക്കണം ഫെയിൽ ആവേണ്ടത്. മനസ്സിലായോ? ഇവിടെ വിക്കുണ്ട്, ഇവിടെ വിക്കുണ്ടാവും. ഇങ്ങനെ ആയിരിക്കണം ഫെയിൽ ആവേണ്ടത് കേട്ടോ. മനസ്സിലായോ? ഈ ഒരു മിനിറ്റ്. ഓക്കെ, ഇങ്ങനെ ആയിരിക്കണം ഫെയിൽ ആവേണ്ടത്. ഓക്കെ, ഇങ്ങനെ ഫെയിലായാലും മാത്രമാണ് നമ്മൾ എവിടെ നിന്ന് എൻട്രി എടുക്കുക, ഇതിൻ്റെ താഴെ നിന്ന് എൻട്രി എടുക്കുക. അപ്പോൾ നമുക്ക് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇത് സക്സസ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതായത് നമ്മൾ ഇതിൻ്റെ തൊട്ട് താഴെ നിന്ന് എൻട്രി എടുക്കും. എവിടെയാണോ നെക്സ്റ്റ് സൈഡിൽ ഇംബാലൻസോ അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷനോ നടക്കണം, അതിൻ്റെ തൊട്ട് മുമ്പിൽ കൊണ്ടുവയ്ക്കണം കേട്ടോ. ഓക്കെ, നമ്മൾ ചെറിയ ഇങ്ങനെ എൻട്രി എടുക്കും. ഇങ്ങനെയാണ് നമ്മൾ എൻട്രി എടുക്കുക. ഇനി ഈ എൻട്രി ടാർഗറ്റ് വയ്ക്കേണ്ട ഏരിയ എങ്ങനെയായിരിക്കണം, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഇങ്ങനെ ഒരു ക്യാൻഡിൽ വന്നു, ഇങ്ങനെയാണല്ലോ സാധാരണ മാർക്കറ്റ് മൂവ് ചെയ്യുക അല്ലേ. അങ്ങനെയാണ് സാധാരണ മാർക്കറ്റിൽ നിങ്ങൾ പോയി കണ്ടുണ്ടാവുക.
ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ ടാർജറ്റ് എങ്ങനെ വയ്ക്കുക? ഞാൻ പറഞ്ഞത് എങ്ങനെയാണ്? ടാർജറ്റ് ഒരിക്കലും ഇപ്പം ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്, ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട് അല്ലേ, ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്. ഈ ഗോൾഡിലും അതുപോലെ തന്നെ ബിറ്റ് കോയിനിലൊക്കെ ഈ ഒരു സെറ്റപ്പിൽ ട്രേഡ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർ എപ്പോഴും ഇവിടം വരെ വെക്കാൻ പാടുള്ളൂ. ഈ ഏരിയ വരെ നിങ്ങൾ ടാർജറ്റ് വെക്കാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ? ഒരിക്കലും ഇവിടെ ഈ ഇംബാലൻസിൻ്റെ ഉള്ളിൽ ഇവിടെ കൊണ്ട് വെക്കണ്ട. എന്തുകൊണ്ടാണ് ഞാൻ പറയണതെന്ന് വെച്ചാൽ, മാർക്കറ്റ് ഈ ITC ഒക്കെ പ്രകാരം വന്നു കഴിഞ്ഞാൽ ഈ ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ ഒറ്റ പോക്ക് തിരിച്ചു പോകും. അതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ പാനിക്കായിട്ട് നമ്മൾ ഇറങ്ങും. എവിടെ നിന്ന് ഇറങ്ങുക? നമ്മൾ എൻട്രി എടുത്തിട്ട് ചിലപ്പോൾ, ഞാൻ ബിഗിനേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ, ബാക്കിയുള്ളവർക്കൊക്കെ ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അറിയായിരിക്കും. ഇപ്പം നമ്മൾ എൻട്രി എടുത്ത് ഇവിടുന്ന് നേരെ പോയി ഇവിടെ പോയി നോക്കുക, തിരിച്ച് മാർക്കറ്റ് ഇങ്ങോട്ട് ഇത്രയും റിവേഴ്സ് കാണിക്കുമ്പോൾ ഇല്ലേ നമ്മൾ ചാടി ഇറങ്ങും. മനസ്സിലായോ? പക്ഷെ മാർക്കറ്റ് എന്താ ചെയ്യുക? ഇങ്ങനെ പോയിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കും, ഒന്നുമില്ലെങ്കിൽ ഇവിടെ ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് തിരിച്ചു വന്നാൽ ആ ലിക്വിഡിറ്റി എടുത്തിട്ടായിരിക്കും പിന്നെ ആ ഇംബാലൻസ് എടുക്കാൻ പോവുക. അപ്പോൾ അത്രയും ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇംബാലൻസിലേക്ക് വയ്ക്കുക, അല്ലെങ്കിൽ തൊട്ട് മുമ്പുള്ള ഈ ഏരിയയിലേക്ക് വയ്ക്കുക. മനസ്സിലായില്ലേ? ഈ ഒരു ഏരിയയിൽ ഫസ്റ്റ് ടാർഗറ്റായിട്ട് വയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ SL ഇപ്പോൾ നിങ്ങളൊരു $10 ട്രേഡ് ചെയ്യണമെങ്കിൽ, മനസ്സിലായില്ലേ? $10 ട്രേഡ് ചെയ്യണമെങ്കിൽ, അതായത് ട്രേഡ് ചെയ്യാൻ മീൻസ് $10 SL കളയാൻ നിങ്ങൾ എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു ലെവലിലേക്ക് എത്താറാവണതിന് മുമ്പ്, അല്ലെങ്കിൽ ഈ ലെവലിൽ തൊട്ടില്ലാന്ന് വരുമ്പോൾ നിങ്ങൾ SL കയറ്റി മേടിച്ച വിലയിലേക്ക് വയ്ക്കുക. ഓക്കെ, ശേഷം ഇത് ഗ്രാബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സിറ്റ് അടിക്കാം. അതായത് നിങ്ങൾ ഓൾറെഡി ട്രിഗർ പ്രൈസ് ഇട്ട് വെച്ചിട്ടുണ്ടായിരിക്കും ഇവിടെ വന്ന് ഇറങ്ങണം എന്നുള്ളത്. അങ്ങനെ എക്സിറ്റ് അടിച്ചാലും കുഴപ്പമില്ല. എല്ലാത്തവരുണ്ടെങ്കിൽ ചിലർ SL മാത്രം ഇട്ട് വയ്ക്കുന്നവരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ട്രയൽ ചെയ്ത് പോകും. അതായത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൽ തട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് റിവേഴ്സ് ആവാൻ പോസിബിലിറ്റി കൂടുതലാണ്. റിവേഴ്സ് ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു ന്യൂസോ വല്ല കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ചിലപ്പോൾ ഉൾട്ടയാവും. നമ്മൾ വിചാരിച്ച പോലെ ആയിരിക്കില്ല പിന്നെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവുക. അതുകൊണ്ട് എപ്പോഴും ഒരു ലിക്വിഡിറ്റിയുടെ അടിയിൽ മാത്രം ഗോൾഡിലും ബിറ്റ് കോയിനിലും ട്രേഡ് എടുക്കുമ്പോൾ ഒരു ലിക്വിഡിറ്റിയുടെ തൊട്ട് താഴെ മാത്രം നിങ്ങൾ ടാർഗറ്റ് വെച്ച് പഠിക്കുക. ഇംബാലൻസ് എടുക്കൂല എന്നല്ല ഞാൻ പറയണത്, മനസ്സിലായില്ലേ? ഇംബാലൻസ് എടുക്കും, പക്ഷേ അതിന് മുമ്പ് എന്തെങ്കിലും ഒരു സിനാരിയോ മാർക്കറ്റ് കാണിക്കും. അപ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ ഇപ്പോൾ $10 വെച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്ക് ഒരു 1:2 അല്ല 1:3 പ്രകാരം ഒരു $30 കാണിച്ചു പ്രോഫിറ്റ്. പെട്ടെന്ന് ആ $30 പെട്ടെന്ന് $15 ആകുമ്പോൾ നമുക്ക് വിഷമമായിട്ട് പെട്ടെന്ന് ഇറങ്ങും. ആ ഇറങ്ങുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു ചെറിയ ലിക്വിഡിറ്റി വീണ്ടും ക്രിയേറ്റ് ചെയ്ത് സ്വീപ്പ് ചെയ്തിട്ട് നേരെ മാർക്കറ്റ് വന്ന് ചിലപ്പോൾ ഈ പറഞ്ഞ ഇംബാലൻസ് എടുക്കുക. അപ്പോൾ $40 അവിടെ പ്രോഫിറ്റ് പോയി വിഷമത്തിൽ നിങ്ങൾ പിന്നെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ചിലപ്പോൾ ഓവർ ട്രേഡ് എടുക്കുന്നവരുണ്ടായിരിക്കാം. ചില ഇമോഷനാണ് ഇതിൽ മെയിൻ പ്രശ്നം. ഇമോഷൻ നമ്മളെ മാറും. പിന്നെ എന്തായെന്ന് അറിയോ? നെക്സ്റ്റ് ടൈം ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എൻ്റെ അന്ന് പോയതല്ലേ എന്നുള്ള മൈൻഡിൽ നിങ്ങൾ ടാർഗറ്റ് കൊടുത്ത് തന്നെ വയ്ക്കും. നിങ്ങൾ വെയിറ്റ് ചെയ്യും. ആ ടൈമിലാവും ഞാൻ ഈ പറഞ്ഞ പോലെ മാർക്കറ്റ് ഇവിടെ വന്ന് ചിലപ്പോൾ ഇതിൽ തൊട്ട് മുമ്പ് കുറച്ച് നേരം വരും. അതായത് കുറച്ച് നേരം ഇവിടെ വന്നിട്ട് റിവേഴ്സ് ആവണമെങ്കിൽ, അതായത് ഇങ്ങനെ വന്ന് റിവേഴ്സ് ആവണമെങ്കിൽ നിങ്ങൾ പിന്നെയും ധൈര്യമായിട്ട് നിന്നു. കാരണം നിങ്ങൾ ടാർഗറ്റ് മുട്ടിയിട്ടില്ലെങ്കിൽ മാർക്കറ്റ് ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ കാണിക്കുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട്. കാരണം ഈ ലിക്വിഡിറ്റി എടുത്താൽ പിന്നെ മാർക്കറ്റ് നേരെ ഇംബാലൻസ് എടുക്കാൻ പറ്റും. ഇതൊരു സെനാരിയോ ആണ് കേട്ടോ. ഇങ്ങനെ വന്നാൽ എല്ലാം ഡയറക്റ്റ് മാർക്കറ്റ് വന്നാൽ ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ സ്വഭാവം മാറി. അതായത് ഇങ്ങനെ നേരിട്ട് വന്ന് ഇത് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ സ്വഭാവം മാറി. പിന്നെ അങ്ങോട്ട് അടിക്ക് വരണമെങ്കിൽ മുകളിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കാണിച്ച് മറ്റുള്ളവരെ കാശ് ഗ്രാബ് ചെയ്തിട്ട് മാർക്കറ്റ് പിന്നെ താഴേക്ക് വരുള്ളൂ. അപ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കിട്ടിയ പ്രോഫിറ്റ് മിസ്സാവും. അതാണ് ഞാൻ പറയണത്. ധൈര്യമുള്ളവർക്ക് ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് നന്നായിട്ട് മനസ്സിലാക്കുക. ചാർട്ടിൽ ഞാനിപ്പോൾ ചാർട്ടിൽ കാണിച്ചില്ലെങ്കിൽ അത് അടുത്ത വിഷമം. ഞാൻ എന്തെങ്കിലും ഒരു ഇത് നോക്കട്ടെ. ഇപ്പം എന്നെ പറഞ്ഞത് ഇതല്ല, ഇപ്പം എന്നെ പറഞ്ഞത് നോക്കട്ടെ. ഇപ്പോൾ ഏത് ടൈം ഫ്രെയിമിൽ കാണിക്കുക? ഇപ്പോൾ ഗോൾഡ് BTC കാണിക്കുക. ഓക്കെ, ഇപ്പോൾ ഇതേ കണ്ടില്ലേ? ഞാൻ ഇതാണ് പറഞ്ഞത്. ഇത് ശ്രദ്ധിച്ചോട്ടെ. ഓക്കെ, ഇനി കാണിച്ചെന്നില്ല എന്നുള്ള ഒരു വിഷമം വേണ്ട.
ഇപ്പോൾ കണ്ടില്ലേ, അതായത് ഈ ഇംബാലൻസ് സ്റ്റാർട്ട് ചെയ്യണ ആ ഒരു ഏരിയയിൽ നിന്ന് കണ്ട ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെയാണ് മാർക്കറ്റ് റിജക്ഷൻ കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് എൻ്റെ അടുത്ത ആൾക്കാരാണെന്ന് വിചാരിക്കുക, ഇവിടെ നിന്ന് എൻ്റെ അടുത്ത ആൾക്കാരാണെന്ന് വിചാരിക്കുക. ജസ്റ്റ് വിചാരിക്കുക നിങ്ങൾ, ഇനിയിപ്പോൾ അത് ചകഞ്ഞ് കണ്ടുപിടിക്കല്ലേ. ഇവിടെ നിന്ന് എൻ്റെ അടുത്ത ആൾക്കാർ ഇവിടെ ടാർഗറ്റ് വെച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇവിടെ ടാർഗറ്റ് വെച്ചു നിൽക്കുക, ഇവിടെ ടാർഗറ്റ് വെച്ചു, അല്ലെങ്കിൽ ഇവിടെ ടാർഗറ്റ് വെച്ചു നിൽക്കുക. അങ്ങോട്ട് വരുന്നതിന് മുമ്പ് മാർക്കറ്റ് റിവേഴ്സ് കാണിച്ചു. ഇങ്ങനെ കാണിക്കുമ്പോൾ എല്ലാവരും കാര്യമല്ല ഞാൻ പറയണത്, ഇതേ ഈ മാർക്കറ്റിൽ ഇരിക്കുമ്പോഴാണ് ആ ഇമോഷൻ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് റിജക്ഷൻ കാണിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി പാനിക്കാവും. കാരണം ഇത്ര അടുത്തുനിന്ന് ഇവിടെ നിന്ന് മാർക്കറ്റ് ഇവിടം വരെ വന്നിട്ട് പിന്നെ മാർക്കറ്റ് അതിൻ്റെ പകുതി കൂടുതൽ വരണം അല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ മൈൻഡിൽ എന്താ, ഇനി ഓടി വന്ന് ഇത് വന്നെടുക്കുമോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി തിരിച്ചിങ്ങടും ഇതിൻ്റെ മുകളിൽ ലിക്വിഡിറ്റി എടുക്കാൻ വരുമോ എന്നൊക്കെയുള്ള ആ ഒരു മൈൻഡിൽ ചിലപ്പോൾ തിരിച്ചിഞ്ഞ് മാർക്കറ്റ് പോകും. ഇങ്ങനെയൊക്കെ തോന്നും നമുക്ക് മാർക്കറ്റിലിരിക്കുമ്പോൾ. ഈ ട്രേഡിങ്ങിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണെന്നറിയോ, ആ സാധനം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സക്സസ് ആവും. അതായത് കയ്യിൽ ഫണ്ട് ഉണ്ട്, അതായത് നമ്മുടെ ബ്രോക്കറിൽ ഫണ്ട് ഉണ്ട്, എന്നിട്ട് നമ്മൾ ഒരു ദിവസം ഫുള്ള് ട്രേഡിങ് ഇങ്ങനെ നോക്കി നിൽക്കുക. അതായത് ചാർട്ട് നോക്കി നിന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സെറ്റപ്പ് വരാണ്ടും നിങ്ങൾ ട്രേഡ് എടുക്കാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സെറ്റപ്പ് വന്നില്ല അതുകൊണ്ട് നിങ്ങൾ ട്രേഡ് എടുക്കണില്ല എന്ന് വിചാരിക്കുക. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നല്ലൊരു ട്രേഡറായി. മനസ്സിലായില്ലേ? കാരണം കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, നമ്മൾ ആ പൈസ ഇട്ട് ട്രേഡ് എടുക്കാൻ അതായത് ആ ട്രേഡ് എടുക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി നമുക്ക് കൂടിക്കൊണ്ടിരിക്കും. ഇത് നല്ല സെറ്റപ്പ്, ഇത് അന്ന് പറഞ്ഞ സെറ്റപ്പാണ്, ഇത് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്, അങ്ങനെ പോകാൻ സാധ്യതയുണ്ട്, ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്, ഇവിടെ ഇതുണ്ട്, അപ്പോൾ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് ഇങ്ങനെ പോകും അങ്ങനെ പോകും. ഇതിങ്ങനെ കിടന്ന് ട്രിഗർ ആയിക്കൊണ്ടേയിരിക്കും. പക്ഷേ എനിക്കൊരു സെറ്റപ്പ് ഉള്ളൂ, ആ സെറ്റപ്പ് വന്നാലേ ട്രേഡ് എടുക്കുള്ളൂ എന്നുള്ള ഒരൊറ്റ മനോഭാവത്തിൽ ഇരുന്ന് നോക്കിയേ. ഒരു ദിവസം ട്രേഡ് വന്നില്ലെന്നിരിക്കും, നിങ്ങൾ എടുക്കണ്ട. ചിലപ്പോൾ അപ്പുറത്തുള്ള കൂട്ടുകാരന് ചിലപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാവും, ഓരോ ചാനലുകാർക്ക് പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളായിരിക്കും എടുത്താൽ മതിയായിരുന്നു തോന്നും. ഇതേ മനോഭാവം തന്നെ നാളെ കൊണ്ടുപോയി ഇന്നലെ അവർക്ക് പ്രോഫിറ്റായി ഇവർക്ക് പ്രോഫിറ്റായി എനിക്കില്ലല്ലോ ഇന്ന് എന്തെങ്കിലും ഒരെണ്ണം എടുക്കണം വെച്ചാൽ ഒരിക്കലും മാർക്കറ്റിനെ അങ്ങനെ സമീപിക്കരുത്. അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് എട്ടിൻ്റെ പണിയാണ്. പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു പ്രാവശ്യം ലോസ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിർത്തുക, അന്നത്തെ ദിവസത്തെ ട്രേഡിങ് നിർത്തുക. പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം, പക്ഷേ നിങ്ങളത് മനസ്സിലാക്കാം. SL അടിച്ചാൽ ആ ട്രേഡ് നിർത്തുക, ഒറ്റ ദിവസം ഒരെണ്ണത്തിൽ നിർത്തുക. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് വിന്നിങ് റേഷ്യോ കൂടുതൽ കിട്ടുന്ന ആ ഒരു സെറ്റപ്പ് എന്ന് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നു, അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ സെറ്റപ്പ് വരികയാണെങ്കിൽ മാത്രമേ നിങ്ങൾ രണ്ടാമതൊരു എൻട്രി ഇനിഷ്യേറ്റ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്ക് 50-50 ചാൻസ് ഉള്ള ഒരു സെറ്റപ്പാണ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഒറ്റ ട്രേഡിൽ നിർത്തുക. അതിനുള്ള ഗുണം നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. നമ്മളെപ്പോഴും പ്രോഫിറ്റ് അല്ല പ്രാധാന്യം, ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രാധാന്യം. എത്ര തവണ എൻ്റെ ക്യാപിറ്റൽ പോയിട്ടുണ്ടെന്നറിയോ? ലക്ഷങ്ങൾ പോയിട്ടുണ്ട്. സീരിയസ് ആയിട്ട് പറയാം. ഞാൻ അനുഭവിച്ച വേദന കൊണ്ടൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇതിപ്പോൾ ഈ ഒരു സെനാരിയയിൽ നോക്കുകയാണെങ്കിൽ തന്നെ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരു ഏരിയയിൽ ഇട്ട് വയ്ക്കുക, അപ്പോൾ ഇങ്ങനെ ഏരിയയിൽ വന്നിട്ടില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യുമെന്നറിയോ? ധൈര്യമായിട്ടിരിക്കാം. കാരണം എന്താ, നിങ്ങൾ നോക്കിക്കോ, നെക്സ്റ്റ് മാർക്കറ്റ് വരെ ഈ ഇവിടേക്കായിരിക്കും. ഈ ഒരു ലിക്വിഡിറ്റി എടുക്കാനായിരിക്കും മാർക്കറ്റ് വരെ. മനസ്സിലായില്ലേ? ഈ ഒരു ഏരിയയിലേക്ക് വരും, ഈ ഒരു ഏരിയയിലേക്ക്. അത് അവിടെ വന്നിട്ട് മുട്ടാണ്ട് മാർക്കറ്റ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കളിക്കുകയാണെങ്കിൽ ടപ്പേന്നൊരു അടി അടിക്കും. ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു എനിക്ക് ധൈര്യം ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നറിയോ? ഇവിടെ വരെ ടാർഗറ്റ് ഇട്ട് വെച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്യും. കാരണം എന്താണെന്നറിയോ? ഇവിടെ കാണിക്കുന്ന സെനാരിയോയ്ക്ക് മാർക്കറ്റ് ഇങ്ങനെ നിന്ന് കളിക്കുക. അപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റി വന്ന് എടുത്തിട്ടില്ല മാർക്കറ്റ്, ഇവിടുന്ന് റിവേഴ്സാണ് കാണിക്കുന്നത്. മേ ബി ഈ ലിക്വിഡിറ്റി ഒന്ന് ഗ്രാബ് ചെയ്തിട്ട് മാർക്കറ്റ് ഒറ്റ വരെ വരും. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇവിടെ തന്നെ റിവേഴ്സ് ആവാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ടറിയാമെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇങ്ങനെയാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട്. പിന്നെ ഇതിനായിട്ട് ഞാൻ നാളെ ഒരു വീഡിയോ ഇടണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. നോക്കട്ടെ. ഇപ്പോൾ ഇന്ന് ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇന്ന് തന്നെ ഇപ്പോൾ എന്തായാലും നാളെ വീഡിയോ ഇടുള്ളൂ. നാളേക്കുള്ളിൽ ഇത് ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെയാണോ വരുന്നത് അല്ലേ എന്നുള്ളത് ഞാൻ ഇടാം എന്തായാലും കേട്ടോ. SL അടിക്കായാലും ടാർഗറ്റ് അടിക്കാനും ഞാൻ ഇടാം കേട്ടോ. ഞാനിപ്പോൾ SL ഇത് ചെറുതാക്കി വയ്ക്കുന്നുണ്ട്. ഓക്കെ, SL ഞാൻ ഇപ്പോൾ ഇങ്ങനെ ചെറുതാക്കി വയ്ക്കുന്നുണ്ട്. എന്നാലും നമുക്ക് നോക്കാം ഇത് വന്ന് അടിക്കോ ഇല്ലയോ എന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്.